ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പുതുറക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വേവാൻ വയ്ക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേണം വേവാൻ വയ്ക്കാം. പിന്നെ ഇതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്തിട്ടുണ്ട്. എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാവരും കൂടി നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം നേരത്തെ വേവിച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാവരും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മറ്റു പൊടി മസാലകളൊന്നും ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും 1 പിടി മല്ലിയിലയോട് ചേർക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു, അതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതെല്ലാവരും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ആക്കുക. അധികം മസാല ഒന്നും ചേർക്കാണ്ട് സമൂസ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇനി ഇത് സമൂസയുടെ ഓല എടുത്ത് ചുറ്റാം. ഫില്ലിങ്സ് അത്യാവശ്യം നിറച്ചു കൊടുക്കുക തന്നെ വേണം കേട്ടോ. സമൂസയുടെ ഓല ചുറ്റാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റെടുത്താൽ മതി കേട്ടോ. ഒരു സേഫ്റ്റിക്ക് ഇതാ മൈദപ്പൊടി കലക്കിയതുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ പോകുമൊന്നുമില്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ഓരോ സമൂസയും ചുറ്റിയെടുക്കുക. ഇനി ഇത് ചൂടുള്ള എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. സമൂസ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കോരിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ കോരിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചിക്കനും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള സമൂസയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോക്ക് കേട്ടോ. കുറഞ്ഞ മസാലയിൽ ഉണ്ടാക്കുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കിക്കോട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.